വർഷങ്ങൾക്ക് ശേഷം വിനീത് ശ്രീനിവാസൻ എഴുതി സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. ഓൾറെഡി ഈ ഒരു സിനിമ ചർച്ചാ വിഷയമായതാണ്. ധ്യാൻ ട്രാൻസ്ഫോർമേഷൻ ചെയ്തു ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. ആ ഒരു +2 ചെയ്യാൻ വേണ്ടിയിട്ട് വിനീത് പറഞ്ഞിട്ട് ധ്യാൻ ഒരു വലിയ ട്രാൻസ്ഫോർമേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള സിനിമയാണ്. ഷാൻ റഹ്മാനാണ് ഈ ഒരു സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ. അതേപോലെ തന്നെ ഒരുപാട് യങ്സ്റ്റേഴ്സ്, മലയാളത്തിലെ യങ്സ്റ്റേഴ്സ് അഭിനയിക്കുന്നൊരു സിനിമയാണ്. കല്യാണി പ്രിയദർശനുണ്ട്, അജു വർഗീസ് ഉണ്ട്, പ്രണവ് മോഹൻലാലുണ്ട്, ധ്യാനുണ്ട്. അപ്പോൾ വലിയൊരു കാസ്റ്റിങ്ങിലുള്ള ഒരു സിനിമയാണ്. പിന്നെ നമ്മളുടെ വിനീത് ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തേ സിനിമകൾ ചെയ്യാറുള്ളത് നമുക്കറിയാവുന്നതാണ്. ടീസർ നമുക്ക് റിയാക്ട് ചെയ്ത് നോക്കാം, അതിന് ശേഷം നമുക്ക് സിനിമയെ പറ്റിയിട്ട് സംസാരിക്കാം. പഴയ കാലത്ത് ചെന്നൈ, മദ്രാസ്. ഷാൻ റഹ്മാൻ, അജു വർഗീസ് പ്രൊഡ്യൂസറായിട്ടാണ്. തപ്പല്ലൈ, അർജുൻലാൽ, കല്യാണി. പഴയ ഈ ഒരു ധ്യാൻ ശ്രീനിവാസനെ ഈ കാണുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നത് നമ്മളുടെ കുഞ്ഞിരാമായണത്തിനകത്തെ പട്ടൻലാലുമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സീരിയസ്ലി ആ ഒരു ക്യാരക്ടറുമായിട്ട് ഭയങ്കര ഒരു ക്യാരക്ടർ അഡാപ്റ്റേഷൻ ഈ ഒരു ക്യാരക്ടറിനുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ ലുക്ക് വൈസ്, ക്യാരക്ടർ എങ്ങനെയാണെന്നല്ല, ലുക്ക് വൈസ്. എന്തായാലും ബാക്കിയും കൂടെ കണ്ടു നോക്കട്ടെ. എനിക്ക് സ്കോച്ച് അടിക്കണം, എന്ത് കഥ പറഞ്ഞാലും പുള്ളിക്ക് ഇഷ്ടപ്പെടും. ഇത്രയും മണ്ടനായ ഒരു പ്രൊഡ്യൂസർ എനിക്ക് ഇനി ജന്മത്തിൽ കിട്ടും. ഷാക് സുബ്രഹ്മണ്യമാണ്, വിനീത് ശ്രീനിവാസനാണ്, നീരജ് മാധവ്. സർപ്രൈസിങ്. ബേസിൽ ജോസഫ്, നിവിൻ, സത്യമായിട്ട് ഞാനത് നിവിൻ ഈ സിനിമയ്ക്കകത്തുണ്ടെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇറ്റ്സ് നൈസ്, റൈറ്റ്. ഏപ്രിൽ 11 സിനിമ റിലീസ് ചെയ്യുന്നത്. ചിലപ്പോൾ നീരജ്, ബേസിൽ, നിവിൻ പോളി, ഇവർ 3 പേരോട് സർപ്രൈസിങ് ആയിട്ട് വന്ന 3 ആൾക്കാർ. ഇതിനകത്ത് നിവിൻ പോളിയും നീരജും സെലിബ്രിറ്റി ആയിട്ട് തന്നെയാണ്. സിനിമയ്ക്കകത്തെ സിനിമയാവാനാണ് ചാൻസ്. അതായത് ധ്യാനും പ്രണവും കൂടി സിനിമ ചെയ്യാൻ, അല്ലെങ്കിൽ ധ്യാൻ സിനിമ ചെയ്യാനായിട്ട് മദ്രാസിൽ പോകുന്നു, അവിടെ വെച്ച് പ്രണവിനെ കണ്ടുമുട്ടുന്നു. ഇവർ രണ്ടുപേരും കൂടെ സിനിമ ചെയ്യാനായിട്ട് പോകുന്നതും വർഷങ്ങൾക്ക് ശേഷം ഇവർ വലിയൊരു ഡയറക്ടർ ആവുകയോ അല്ലെങ്കിൽ വലിയ സിനിമ സക്സസ് ആവുകയോ ചെയ്യുന്ന ആ ഒരു ടൈപ്പ് സ്റ്റോറി ആവാനാണ് ചാൻസ് എനിക്ക് തോന്നുന്നത്. അതായത് നമ്മൾ വിനീതിൻ്റെ സിനിമകൾ കണ്ടിട്ടുള്ളവർക്കറിയാം ഒരു ഹാപ്പി എൻഡിങ്ങിൽ ചെന്ന് അവസാനിക്കുകയുള്ളൂ എന്നുള്ളത്. അതിപ്പോൾ മലർവാടിയിൽ തുടങ്ങി ഇങ്ങനെ ഹൃദയം വരെ അങ്ങനെ തന്നെയാണ് കഥ പോയിട്ടുള്ളതും സിനിമ പോയിട്ടുള്ളതും, അതറിയാവുന്ന കാര്യമാണ്. അപ്പം വലിയൊരു കാസ്റ്റിംഗ് ആണ് ഇതിനകത്ത്. അതായത് മലയാളത്തിൽ ഒരുമാതിരി അതായത് നിവിൻ്റെ ഒരു ബെൽറ്റ് ഉണ്ടല്ലോ, നിവിൻ്റെ ബെൽറ്റിലുള്ള എല്ലാവരും ഉണ്ട്. ഈ ഭയങ്കര ഡയലോഗുകളും ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ അലവരാതികളും ഉണ്ടല്ലോ എന്ന് ആദ്യമേ പറയുന്നുണ്ട്. എല്ലാ അലവരാതികളും ഉണ്ട്, അതായത് സിനിമയിലുള്ള ഒരുമാതിരി എല്ലാ യങ്സ്റ്റേഴ്സും ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ കോക്കിസം, ഗ്രൂപ്പിസം, നെപ്പോട്ടിസം, ബെൽറ്റ് എല്ലാം നമ്മൾ കേട്ട് മടുത്ത സാധനങ്ങൾ, അല്ലെങ്കിൽ എവിടേക്കോ കേട്ടുള്ള സാധനമാണ്. അപ്പോൾ ബെൽറ്റ്, നെപ്പോട്ടിസം, ഗ്രൂപ്പിസം ഇതൊക്കെ നമ്മൾ ഒരുപാട് കേട്ടുള്ള സാധനമാണ് സിനിമയ്ക്കകത്ത് തന്നെ. അപ്പം മൊത്തത്തിൽ എനിക്ക് കണ്ടിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഓൾറെഡി വിനീതിൻ്റെ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന നിലയിൽ വിനീത് ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യും. ആ ഒരു സ്റ്റാൻഡേർഡ് വിട്ടിട്ട് വിനീത് കളിക്കില്ല എന്നുള്ളതാണ്. പിന്നെ പ്രണവിനെ വെച്ചിട്ടുള്ള സിനിമ, പ്രണവിനെ വെച്ചിട്ട് ഹൃദയം ഭയങ്കര സക്സസ് ആയിരുന്നു. അപ്പം അടുത്ത സിനിമ അതേപോലെ തന്നെ വരുന്നു. കല്യാണിയുണ്ട്, ഹൃദയത്തിൻ്റെ ഒരു ടീം അതിനകത്ത് തന്നെയുണ്ട്. പിന്നെ ആ ഒരു മലർവാടി ടീമുണ്ട്, പിന്നെ അനിയനായിട്ടുള്ള ധ്യാനുണ്ട്. അതായത് വിനീത് ഇതുവരെ ചെയ്ത എല്ലാ സിനിമകളിൽ നിന്നും ഉള്ള കുറച്ച് ആളുകളെ എടുത്തുകൊണ്ടാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമ ചെയ്തിരിക്കുന്നത്. അപ്പം ഏപ്രിൽ 11 ഒരു സിനിമ വരുന്ന സമയത്ത് നമ്മൾ നല്ല എക്സൈറ്റഡ് ആയിട്ടായിരിക്കും, ഒരുപാട് പ്രതീക്ഷയോടെ ആയിരിക്കും പോകുന്നത്. എന്തായാലും ഒരു പ്രതീക്ഷ നശിപ്പിക്കില്ല എന്നാണ്. വിനീത് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു പ്രതീക്ഷയോടെ തന്നെ പോകാം. അതായത് വിനീതിൽ നിന്ന് നമ്മളങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല എന്നൊരു തോന്നൽ നമുക്കുണ്ട്. അതാണ് വിനീതിൻ്റെ ഒരു
കോൺഫിഡൻസ് എന്ന് പറയുന്നത്. പിന്നെ ഷാൻ റഹ്മാൻ വിനീത് കോംബോ ഒരുപാട് ഹിറ്റുകൾ കിട്ടിയിട്ടുള്ളൊരു കോംബോ ആണ്. അപ്പം അതും വലിയൊരു ഒരു കംബാക്ക് തന്നെയാണ്. റീബ്രാൻഡിങ് ഷാൻ റഹ്മാൻ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പം മൊത്തത്തിൽ സിനിമ ഒരു അടിപൊളി സംഭവമാകാനാണ് ചാൻസ്. ഇനിയൊരു ട്രെയിലർ വരാനുണ്ട്, പാട്ടുകൾ വരാനുണ്ട്. ഷാൻ റഹ്മാൻ എന്താണ് ഇതിനകത്ത് മാജിക് കാണിച്ചിരിക്കുന്നത് നമുക്കറിയണം. പിന്നെ ഇവരൊന്നും ക്യാരക്ടർ നെയിംസ് പറഞ്ഞിട്ടില്ല, ഇവരെന്താണെന്നൊക്കെ ഉള്ളു ട്രെയിലർ വരുന്ന സമയത്തേ ഉള്ളൂ. ഇപ്പം സിനിമയുമായി ബന്ധപ്പെട്ട് മദ്രാസിൽ സിനിമാമോഹിയായ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു +2 കഴിഞ്ഞ ഒരു കുട്ടി സിനിമാ മോഹമായിട്ട് മദ്രാസിൽ ചെല്ലുന്നു. അവിടെ വെച്ചിറങ്ങുന്ന സംഭവങ്ങൾ. പിന്നെ മേ ബി വലിയൊരു സിനിമാകാരനാകാം. ആദ്യം കുറച്ച് ഫെയിലിയേഴ്സ്, അവസാനം വലിയൊരു സിനിമ ചെയ്യുന്നു. അങ്ങനെയൊക്കെ ആയിരിക്കും സിനിമ പോകുന്നത്. എൻ്റെ ഒരു തോട്ട്സാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ തന്നെ ആകണമെന്നില്ല. നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ തോട്ടിൽ തോന്നിയത് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ടീച്ചർ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. എനിക്ക് എന്തായാലും ടീച്ചർ ഭയങ്കര രീതിയിൽ ഇഷ്ടപ്പെട്ടു. ആക്ച്വലി ഡിഫറൻറ്റ്, അതായത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സാധനം കിട്ടുമ്പോൾ വലിയൊരു എക്സൈറ്റ്മെൻറ്റ് നമുക്ക് ഉണ്ടാവില്ല. അതാണ് ടീച്ചർ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്യുക. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. അതുവരെ ബൈ.